ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കാണ് ആരംഭിക്കുന്നത്. ടോപ്പിക്കിൻ്റെ പേര് നിങ്ങൾ കാണുന്ന പോലെ ദശാംശ സംഖ്യകൾ, ഡെസിമൽസ്. ദശാംശ സംഖ്യകൾ നമുക്ക് ഒരുപാട് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ റേഞ്ചിലൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ 1 by 1 പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും ആ ഒരു കൂട്ടത്തിലുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ പഠിച്ച ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഒരു ഭാഗം, ഈ ഭിന്നസംഖ്യകളുടെയും ദശാംശ സംഖ്യകളുടെയും കൂടെ ആ ഒരു ജംഗ്ഷനിൽ വരുന്ന, അതായത് രണ്ടിൻ്റെ ഇതിലേത് എന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ട് ആശയങ്ങളും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് ദശാംശ സംഖ്യകൾ എന്നുള്ള ടോപ്പിക്കിൽ ഉൾപ്പെടുക. ഇതിലെ ചോദ്യങ്ങൾ ഒരുപാട് അങ്ങനെ ലെങ്തി ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. കൂടുതലും ഒരു ബേസിക് കാൽക്കുലേഷൻസിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളുടെ നീളം വളരെ കുറവായിരിക്കും. പിന്നെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് സംഖ്യകൾ, ഇപ്പം ഒരുപാട് വലിയ സംഖ്യകൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് ചെറിയ മിസ്റ്റേക്കുകൾ പറ്റാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ കൂടുതലായി പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദശാംശ സംഖ്യകൾ എന്നുള്ള ആ ഒരു മീനിങ് ഒന്ന് മനസ്സിലാക്കാം. ദശാംശം, ഡെസിമൽ എന്ന് പറയുന്നത്. ഈ ഡെസി എന്ന വാക്ക്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറഞ്ഞ ദശം എന്ന വാക്ക്, ഈ ഡെസി എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ദശം എന്ന് പറഞ്ഞാലോ രണ്ടും ഉദ്ദേശിക്കുന്നത് 10 എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ്. അപ്പോൾ 10 നമ്മൾ ഉപയോഗിക്കുന്ന, സാധാരണ നമ്മൾ സംഖ്യാക്രമത്തിൽ ഉപയോഗിക്കുന്ന സംഖ്യകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അക്കങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം. 0, 1 അങ്ങനെ 9 വരെയുള്ള, 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളുടെ എണ്ണം ഒന്ന് ആലോചിച്ച് നോക്കാം. 10 അക്കങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ശരിയല്ലേ? നമുക്ക് 0 മുതൽ 9 വരെ എടുത്തു കഴിഞ്ഞാൽ 10 അക്കങ്ങളാണ് ഉള്ളത്. അപ്പോൾ 10 അക്കങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു സംഖ്യാ രീതിക്ക്, അല്ലെങ്കിൽ ആ ഒരു സംഖ്യാക്രമത്തിനാണ് നമ്മൾ ദശാംശ സംഖ്യകളെന്ന് ബേസിക്കലി പറയുക. പക്ഷേ നമ്മളൊരു സാധാരണ അർത്ഥത്തിൽ ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ അങ്ങനെ സാധാരണ രീതിക്ക് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്തൊന്നും നമ്മൾ ഒരുപാട് ഡീപ്പറായിട്ടുള്ള ഒരു നോളജ് ലെവലിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊരു അത്യാവശ്യമല്ല. എങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ഈ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത് ദശാംശം, ദശത്തിൻ്റെ ഒരംശം അല്ലെങ്കിൽ 10ൻ്റെ ഒരു ഭാഗം എന്നുള്ള ആശയമാണ് നമ്മൾ ആ ഒരു ടേമിൽ അവിടെ ഉപയോഗിക്കുക, അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 10ൽ 1 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ നമ്മളെടുത്താൽ, ആ ഭിന്നസംഖ്യയെ നമുക്ക് 10ൽ 1 എന്ന് മാത്രമല്ല 0.1 എന്നും കൂടെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും, അല്ലേ? അല്ലെങ്കിൽ 2ൽ 1 എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2ൽ 1നെ നമുക്ക് 2ൽ 1 എന്ന് മാത്രമല്ല 0.5 എന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ പറയുക ദശാംശ സംഖ്യകളെന്ന് സാധാരണ നമ്മൾ പറയുക. അപ്പോൾ ആ ദശാംശത്തിൻ്റെ ആ ഒരു ആശയം എന്താണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഈ 2ൽ 1 എന്ന് നമ്മൾ എഴുതി. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു 10 അല്ലെങ്കിൽ 100 എന്ന് പറയുന്ന ആ ഒരു ആശയം അവിടെ വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിനെ നമുക്ക് 10ൻ്റെ ഒരു ആശയം വരുന്ന രീതിയിൽ നമുക്കതിനെ തീർച്ചയായിട്ടും എഴുതാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ 2ൽ 1നെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതുകയാണ്. 5/10 എന്നെഴുതുന്നു. അപ്പോൾ എന്തായി? 5/10 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു 10ൻ്റെ മൾട്ടിപ്പിൾ, 10ൻ്റെ ആ ഒരു പവർ ഡിനോമിനേറ്ററിൽ വരുന്ന രീതിയിൽ നമുക്കതിനെ ഒന്ന് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സാധാരണ ചെയ്യുക? ഒരു ദശാംശ സ്ഥാനം പുറകിലേക്ക് മാറ്റുന്നു, പിന്നിലേക്ക് ഇടത്തേക്ക് മാറ്റുന്നു. അപ്പോൾ നമുക്ക് 0.5 എന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടി. ഈ ഒരു ആശയമാണ് നമുക്ക് ദശാംശ സംഖ്യകളിൽ ഉൾപ്പെടുക. ഇനി ദശാംശ സംഖ്യകളിൽ നമുക്ക് പല ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞാൽ, ഡെസിമൽ നമ്പേഴ്സിനെ നമുക്ക് പല രീതിയിൽ പറഞ്ഞാൽ അവിടെ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽസ് ഉണ്ട്. ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ തീർന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ എഴുതിയിരിക്കുന്ന 0.1 അല്ലെങ്കിൽ 0.5 എന്നൊക്കെ പറയുന്നത് ടെർമിനേറ്റിംഗ് ആണ്. ഇപ്പം 0.25, 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 0.25. അതവിടെ തീരുകയാണ്. അതിനുശേഷം പിന്നീട് സ്ഥാനങ്ങളൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല, അല്ലേ? അതേസമയം ഇപ്പോൾ 3ൽ 1നെയാണ് നമ്മൾ എഴുതുന്നതെങ്കിലോ, 3ൽ 1നെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ തീർത്ത് എഴുതാനായിട്ട് പറ്റില്ല. നമ്മൾ പലപ്പോഴും 0.33 എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട്, പക്ഷേ അതവിടെ തീരുന്നില്ല യഥാർത്ഥത്തിൽ. അത് ശരിക്കും എന്താണ്? 0.3333 അങ്ങനെ അതങ്ങ് നീളുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ അത് അങ്ങനെയുള്ളതിന് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയും. നോൺ ടെർമിനേറ്റിംഗ് ആണ്, അതായത് അവിടെ ഒരു കൃത്യമായി അവസാനിക്കാത്ത ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ റെക്കറിങ് എന്നുള്ളൊരു ടൈമും നമുക്കവിടെ ഉപയോഗിക്കാം. അതായത് 3 എന്ന സ്ഥാനം അവിടെ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന രീതിയിൽ വരുന്നത് കൊണ്ട് റെക്കറിങ് ആയിട്ട് നമുക്കതിനെ പറയാം. അങ്ങനെയൊക്കെയുള്ള ആശയങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലൂടെ, ദശാംശ സംഖ്യകളുടെ വിവിധ അധ്യായങ്ങളിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നും ചോദ്യങ്ങളുമായി ബന്ധിപ്പിച്ച്
ഓരോ ഭാഗവും നമ്മൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് പോകുന്ന ചോദ്യങ്ങൾ, നമുക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ കൂടി ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്തി ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത് ദശാംശ സംഖ്യകളുടെ ബേസ് ചെയ്തിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ, അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കണക്കുകൂട്ടലുകൾ രീതിയിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യത്തിൽ ഒരു അഡീഷനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു സങ്കലനം രീതിയിൽ വരുന്ന ചോദ്യമാണ് ദശാംശ സംഖ്യകളെ ആസ്പദമാക്കിയിട്ടുള്ളത്. 1.84 പ്ലസ് 0.31 പ്ലസ് 0.044 എന്ന രീതിയിലാണ് ചോദ്യം വന്നിരിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് 3 സംഖ്യകളുണ്ട്. ആ 3 സംഖ്യകളെ നമ്മൾ ആദ്യമേ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ആദ്യത്തെ സംഖ്യയിൽ ദശാംശത്തിന് ശേഷമുള്ളത് 2 സ്ഥാനങ്ങളാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യയിലും 2 സ്ഥാനങ്ങളാണ്, മൂന്നാമത്തെ സംഖ്യയിൽ 3 സ്ഥാനങ്ങൾ ദശാംശത്തിന് ശേഷം വരുന്നുണ്ട്, ഡെസിമൽ പോയിൻറ്റിന് ശേഷം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ പരമാവധി എത്ര വരുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് നോക്കാം. പരമാവധി വരുന്നത് എത്രയാണ്? ഈ പറഞ്ഞ 3 സ്ഥാനങ്ങൾ എന്നുള്ളതാണ് പരമാവധി വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രമത്തിന് വേണം നമ്മൾ ഇതിൻ്റെ ആ ഒരു അഡീഷനെ പറ്റി ചിന്തിക്കാനായിട്ട്. അപ്പം നമ്മൾ ചിന്തിക്കുക, ഇപ്പോൾ 1.84 നമ്മൾ ആ സംഖ്യാഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 184 എന്ന് എഴുതാം. ഇനി അടുത്തത് 0.31 എന്ന് വരുമ്പോൾ ആ ഒരു ദശാംശ സ്ഥാനം അങ്ങനെ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്നത് 3 എന്നത് മാത്രമാണ് നമ്മളവിടെ എഴുതേണ്ടി വരിക, അല്ലേ? ഇനി അടുത്തതിലേക്ക് നോക്കിയാൽ 0.044 എന്നാണ് വരിക. അപ്പോൾ ദശാംശ സ്ഥാനം കിടക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്. 8, 3 ആ ഒരു ഓർഡറിലാണ് ദശാംശത്തിന് ശേഷമുള്ള സംഖ്യകൾ നമ്മൾ എഴുതുക. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ വരുന്നത് 0.44 എന്നാണ് അവിടെ വന്നിരിക്കുക. ഇനി നമുക്ക് ഈ പറയുന്ന സംഖ്യകളൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. കൂട്ടി നോക്കുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വലത്തുവശത്ത് ഒന്ന് കൂട്ടി എഴുതുക 4. ഇനി 4, 1, 5, 4, 9 എന്ന് വരുന്നു. ഇനി ബാക്കി വരുന്നത് 8, 3, 11 എന്ന് അതിൻ്റെ 1 മാത്രം എഴുതുന്നു, 1 ഇവിടെയായിട്ട് ക്യാരി ചെയ്യുന്നു, അല്ലേ? അടുത്ത പൊസിഷനിലേക്ക് എഴുതുന്നു. അപ്പോൾ 1, 1, 2 എന്ന് വരുന്നു. ഇനി നമ്മൾ ദശാംശ സ്ഥാനം നമ്മൾ നേരത്തെ ഇട്ട അവിടെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു, ദശാംശം അവിടെ തന്നെ ഇട്ടു. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 2.194. അടുത്ത ചോദ്യം നോക്കാം. 1.2 ഇൻറ്റു 1.25. അപ്പോൾ 2 ദശാംശ സംഖ്യകളാണ്. അപ്പോൾ 1.2, 1.25. അവയുടെ ഗുണനഫലം എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഗുണനഫലം എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്, വീണ്ടും നമ്മൾ ആ ദശാംശ സ്ഥാനം അങ്ങ് ഒഴിവാക്കിയിട്ട് ദശാംശ സ്ഥാനത്തെ നമ്മൾ മറന്നു കളയുകയാണ്. എന്നിട്ട് നമ്മൾ 12 ഇൻറ്റു 125, അതായത് ദശാംശ സ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഗുണനം എങ്ങനെ ചെയ്തേനെ എന്ന് മാത്രം ചിന്തിക്കുക, ഗുണനഫലം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ദശാംശ സ്ഥാനം ഇല്ലാതെ നമ്മൾ ചെയ്യുന്നു. ദശാംശ സ്ഥാനം ഇല്ലാതെ ചെയ്യുമ്പോൾ 12 ഇൻറ്റു 125, 125നെ 12 കൊണ്ട് ഗുണിച്ചാൽ നമുക്കൊരു ഗുണനഫലം കിട്ടും. ആ ഗുണനഫലം എന്ന് പറയുന്നത് 1500 ഇവിടെയൊക്കെ നമുക്ക് കാൽക്കുലേഷൻ്റെ ട്രിക്കുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് 125നെ നമ്മൾ ആദ്യം ഒന്ന് 2 കൊണ്ട് ഗുണിക്കുന്നു. നമ്മുടെ മനസ്സിൽ കൂട്ടേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. 12നെ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, 2 ഇൻറ്റു 6 എന്ന് ചിന്തിക്കുന്നു. ഓക്കെ, അപ്പോൾ 125നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയായി? 250. 250നെ 6 കൊണ്ട് ഗുണിക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമല്ലേ? ആ രീതിയിൽ ചിന്തിച്ചാലും നമുക്ക് 1500 പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. അതുപോട്ടെ, അപ്പോൾ 1500 നമുക്ക് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ദശാംശത്തിന് ശേഷം ഉള്ള സംഖ്യകൾ അല്ലെങ്കിൽ അക്കങ്ങളുടെ എണ്ണം എടുക്കുക. ദശാംശ സ്ഥാനത്തിന് ശേഷം ആദ്യത്തെ സംഖ്യയിൽ 1 അക്കവും രണ്ടാമത്തെ സംഖ്യയിൽ 2 അക്കങ്ങളുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആകെ ദശാംശ സ്ഥാനത്തിന് ശേഷം വന്നിരിക്കുന്നത് 2 + 1 3 അക്കങ്ങളാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ ആ 3 സ്ഥാനങ്ങൾ ഇടത്തെ സൈഡിലേക്ക് മാറ്റി എഴുതുന്നു. 3 സ്ഥാനങ്ങൾ മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1500-ൽ നിന്ന് 3 സ്ഥാനങ്ങൾ ലെഫ്റ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1.5 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം 1.5 എന്നായിരിക്കും. പിന്നെ നമുക്ക് സംഖ്യകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കിത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പല രീതിയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് സംഖ്യകളെ ആശ്രയിച്ച് ഇത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രീതി ഞാൻ പറയാം. 1.2നെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ഇങ്ങനെ കണക്കാക്കുന്നു, 12/10 എന്ന് കണക്കാക്കുന്നു, 12/10. ഇനി 1.25 അഥവാ 1/4നെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, 125/100 എന്ന് എഴുതുന്നു.
125 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതുന്നു. എന്നിട്ട് നമുക്ക് ഈ സിംപ്ലിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന ഉത്തരം തന്നെ കിട്ടും. അതായത് നമ്മളിതിനെ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുക. ഇപ്പോൾ 12ഉം 10ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കിട്ടും. 12ഉം 10ഉം ക്യാൻസൽ ചെയ്താൽ 2 കൊണ്ടാണ് ക്യാൻസൽ ആവുക, 6ഉം 5ഉം കിട്ടും. ഇനി 125ഉം 5ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 ബാക്കിയാവും അല്ലേ, 25 ബാക്കി. ഇനി നമ്മൾ ബാക്കിയുള്ള കാൽക്കുലേഷൻ ചെയ്താൽ 25ഉം 100ഉം തമ്മിൽ ഒന്നുകൂടെ വെട്ടാം. അപ്പോൾ നമുക്ക് 4ആണ് ബാക്കി വരിക. 6ഉം 4ഉം വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവശേഷിക്കുക 3/2 എന്നാണ്. 3ൻ്റെ പകുതി എടുത്താലും നമുക്ക് കിട്ടുന്നത് ഇതേ ഉത്തരം തന്നെയല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കാം. അപ്പോൾ ഈ രീതിയിലാണെങ്കിലും ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യകൾ എന്നുള്ളത് നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന 2 ടോപ്പിക്കുകളാണ്. അപ്പോൾ അത് ആ ഒരു കണക്ഷൻ രീതിയിൽ ചെയ്താലും നമുക്ക് ഈ പറഞ്ഞ ഉത്തരത്തിലേക്ക് എത്താം. അടുത്ത ചോദ്യം 0.09 ഡിവൈഡഡ് ബൈ 0.0015. 2 ഭിന്നസംഖ്യകൾ. ആദ്യത്തേതിൽ ദശാംശത്തിന് ശേഷമുള്ള സ്ഥാനങ്ങൾ 2, രണ്ടാമത്തേതിൽ 4 സ്ഥാനങ്ങൾ. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 4 സ്ഥാനങ്ങളുള്ളതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യേണ്ടത്. കാരണം ഈ ഒരു ഡിവിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 0.09 ഡിവൈഡഡ് ബൈ 0.0015 എന്ന ഡിവിഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ഒരു ഭിന്നസംഖ്യയെ പോലെയാണ് നമ്മളതിനെ കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഭിന്നസംഖ്യയുടെ ആ ദശാംശ സംഖ്യയുടെ ആ ദശാംശ സ്ഥാനം ഒഴിവാക്കിയിട്ട് കാൽക്കുലേഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 0.0015 എന്നുള്ളതിൻ്റെ ദശാംശ സ്ഥാനം മാറണമെങ്കിൽ നമ്മളതിനെ 15 ആക്കി മാറ്റണം. ശരിയല്ലേ, 15 ആക്കി മാറ്റണം. 15 ആക്കി മാറ്റുമ്പോൾ നമ്മൾ 10 10 10 10 4 തവണ 4 ദശാംശ സ്ഥാനം നമ്മൾ മുന്നോട്ട് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ സംഖ്യയിലും 4 ദശാംശ സ്ഥാനം മുന്നോട്ട് മാറ്റണം. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റാതെ. 2 ദശാംശ സ്ഥാനങ്ങൾ മുന്നോട്ട് മാറ്റിയാൽ സംഖ്യ 9 ആവും അല്ലേ. 2 ദശാംശ സ്ഥാനം മുന്നോട്ട് മാറ്റിയാൽ തന്നെ സംഖ്യ 9 ആവും. എന്നിട്ട് നമ്മൾ വീണ്ടും 2 എണ്ണവും കൂടെ മാറ്റിയാലേ നമ്മൾ നേരത്തെ പറഞ്ഞ 4 എണ്ണം ആവുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ സംഖ്യ 900 ആയിരിക്കും. അപ്പോൾ നമുക്കിതിന് തത്തുല്യമായ ഒരു സംഖ്യ, 2 സംഖ്യകൾ എഴുതിയാൽ 900 ഡിവൈഡഡ് ബൈ 15 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ഥാനങ്ങൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ, അതായത് ഒരിടത്ത് ഇപ്പം 4 തവണ നമ്മൾ 4 ദശാംശം മുന്നോട്ട് മാറ്റിയിട്ട് അപ്പുറത്ത് 3 എണ്ണം മാറ്റുന്നുള്ളൂ എങ്കിൽ തീർച്ചയായും നമ്മുടെ ഉത്തരം തെറ്റിപ്പോകും. ആ രീതിയിലാണ് നമ്മൾ ഏറ്റവും അധികം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി 900/15 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാൽക്കുലേഷൻ അറിയാവുന്നവർക്ക് വളരെ സിമ്പിൾ കാൽക്കുലേഷനാണ്. കാരണം 15ൻ്റെ 6ാമത്തെ ഗുണിതമാണ് 90. 15 6 എടുത്താൽ 90. അപ്പോൾ 900 ആകണമെങ്കിലോ 15 എത്ര തവണ എടുക്കേണ്ടി വരും? 60 തവണയായിരിക്കും എടുക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് 60 ആണ്. മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ 0.45 ഡിവൈഡഡ് ബൈ 0.003 എന്നാണെന്നിരിക്കട്ടെ നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും നോക്കാം. ഈ 0.03 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3 ദശാംശ സ്ഥാനങ്ങൾ മുന്നോട്ട് മാറ്റേണ്ടി വരും അല്ലേ. അതിനെ 3 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 സ്ഥാനം മുന്നോട്ട് നീക്കേണ്ടി വരും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 3 സ്ഥാനം മുന്നോട്ട് നീക്കിയാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരവെന്ന് പറയുന്നത് 450 ആയിരിക്കും. അപ്പം 450/3 ചെയ്യുമ്പോൾ കിട്ടുന്ന 150 തന്നെയായിരിക്കും നമുക്ക് അവിടെ നിന്ന് ഉത്തരമായി വരിക. ദശാംശത്തിന് ശേഷം കൂടുതൽ സ്ഥാനങ്ങൾ വരുന്ന ഏത് സംഖ്യയിലാണോ അതിൻ്റെ കണക്കിൽ വേണം നമ്മൾ ഈ മാറ്റങ്ങളെല്ലാം വരുത്താനായിട്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു ഉദാഹരണം നോക്കാം. 6.28 ഡിവൈഡഡ് ബൈ 0.002 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് നോക്കാം. ആദ്യത്തെ സംഖ്യയിൽ ദശാംശത്തിന് ചിഹ്നത്തിന് ശേഷം 2 സ്ഥാനങ്ങളും രണ്ടാമത്തതിൽ 3 സ്ഥാനങ്ങളും വരുന്നുണ്ട്. അപ്പം നമുക്കെപ്പോഴും കൂടുതലുള്ളത് വെച്ചേ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആ രണ്ടാമത്തതിനെ പൂർണ്ണസംഖ്യ ആക്കണമെങ്കിൽ നമ്മൾ ദശാംശം 3 സ്ഥാനങ്ങൾ വലത്തേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും 3 തവണ നമ്മൾ 3 സ്ഥാനങ്ങൾ നമ്മൾ വലത്തേക്ക് മാറ്റണം. അപ്പോൾ 6.28 നമ്മൾ 3 സ്ഥാനങ്ങൾ മാറ്റിയാൽ, ഒരു സ്ഥാനം മാറ്റിയാൽ 62.8, 2 സ്ഥാനം മാറ്റിയാൽ 628, 3 സ്ഥാനങ്ങൾ മാറ്റിയാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ 6280 ആയിരിക്കും. 6280. അപ്പോൾ ഇതിന് തത്തുല്യമായ പൂർണ്ണസംഖ്യാ രീതിയിലുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 6280 ഡിവൈഡഡ് ബൈ 2 എന്നാണ്.
6280 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് എല്ലാത്തിൻ്റെയും പകുതി എടുക്കാം 3140 അപ്പോൾ 3140 ആയിരിക്കും നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. അടുത്ത ചോദ്യം 2.07 പ്ലസ് 1.715 മൈനസ് 0.009. അപ്പോൾ ഇതിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. നമ്മൾ പറഞ്ഞതുപോലെ ദശാംശ ചിഹ്നങ്ങൾ ഒഴിവാക്കിയുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആദ്യത്തേതിൽ 2 സ്ഥാനങ്ങളും രണ്ടാമത്തേതിൽ 3 സ്ഥാനങ്ങളും മൂന്നാമത്തേതിൽ 3 സ്ഥാനങ്ങളുമാണ് ദശാംശത്തിന് ശേഷം വരുന്നത്. അപ്പോൾ നമ്മൾ ആ സംഖ്യകളെ അതേപടി എടുക്കുന്നു. അപ്പോൾ 207 ഈ 3 അക്കങ്ങളാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും 3 സ്ഥാനങ്ങൾ ദശാംശത്തിന് ശേഷം വരുന്നത് കൊണ്ട് നമ്മൾ ഒരു സീറോയും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ സംഖ്യ നോക്കാം. 1.715 1.715 അത് അങ്ങനെ എഴുതി. അടുത്തത് മൈനസ് 0.009. രണ്ടാമത്തത് ആഡ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തത് മൈനസ് ചെയ്യുകയാണ്. അപ്പോൾ 0.009. അപ്പോൾ നമുക്ക് അവസാന സ്ഥാനത്തുള്ള ഈ 9 മാത്രമേ നമുക്കവിടെ കണക്കിലെടുക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ കാൽക്കുലേഷൻ ചെയ്യാം. ഇപ്പോൾ 0 5 കൂട്ടിയാൽ 5, 5ൽ നിന്ന് 9 പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്കവിടെ വരുന്നത് 5ൽ നിന്ന് 9 പോയാൽ ഇപ്പോൾ 15ൽ നിന്ന് 9 പോകുന്നു എന്നുള്ളതിന് സമാനമായിട്ട് നമ്മൾ 6 ആയിരിക്കും അവിടെ കാൽക്കുലേഷൻ എടുക്കുക. ഇനി അടുത്തത് വരുമ്പോഴത്തേക്ക് നമുക്ക് 6 1 ഇവിടെ ഒരു -1 ഉള്ളത് കൊണ്ട് 7 എന്നുള്ളത് 6 കൂട്ടിയാൽ മതിയാവും. 6 1 7 അവിടെ അവശേഷിക്കുക. 7 6 അവശേഷിക്കുന്നു. ഇനി ബാക്കി വരുന്നത് 0 + 7 7 2 + 1 3. അപ്പോൾ അവിടെ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് 3.776 എന്ന കാൽക്കുലേഷൻ ആയിരിക്കും. 3.776. ഇനി ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്. നമ്മൾ എല്ലാത്തിലും ഒരേപോലെ ദശാംശ സ്ഥാനങ്ങൾ മുന്നോട്ട് മാറ്റുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു പൂർണ്ണസംഖ്യാ രീതിയിൽ ഈ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യകൾ ഇപ്രകാരമാണ്. 2070 1715 9. 2070 1715 കൂട്ടി അതിൽ നിന്ന് 9 കുറച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ മാറ്റിയ 3 സ്ഥാനങ്ങൾ പുറകോട്ട് മാറ്റുന്നു. നമ്മൾ പഴയപടി അതിനെ ദശാംശ സംഖ്യയാക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് ഉത്തരമായി 3.776. അടുത്ത ചോദ്യം നോക്കാം. ഇതൊരു ഗുണനഫലം കാണാനായിട്ടാണ്. 2 ദശാംശ സംഖ്യകളുണ്ട്. 2.4 ഇൻറ്റു 0.84 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ ഈ പറയുന്ന ദശാംശ സ്ഥാനം പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ദശാംശം ഇല്ല എന്നുള്ള കണക്കിൽ ഈ ഒരു ഗുണനഫലം ചെയ്യുന്നു. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ 24 × 84 എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ കിട്ടുക അല്ലേ. 24 × 84 24 × 84 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണെന്നുള്ളത് നമ്മൾ സാധാരണ ഗുണനം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഗുണനഫലം കണ്ടുപിടിക്കുന്നു. അപ്പോൾ 24 × 84ൻ്റെ ഗുണനഫലം നമുക്ക് കിട്ടുന്നത് 2016 ആണ്. 2016. അപ്പോൾ ആ 2016 എന്നുള്ള സംഖ്യയിൽ നമ്മൾ കണക്കാക്കാം. നമുക്ക് 24 എന്ന് പറയുമ്പോൾ ഒരു ദശാംശത്തിന് ശേഷം ഒരു സ്ഥാനവും 0.84 എന്ന് പറയുമ്പോൾ നമുക്ക് ദശാംശത്തിന് ശേഷം 2 സ്ഥാനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിൽ 1 + 2 ആകെ 3 സ്ഥാനങ്ങൾ നമ്മൾ പുറകോട്ട് മാറ്റണം എന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 2.016 എന്നായിരിക്കും. 2.016. ഇനി ഇതിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ മത്സര പരീക്ഷകളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരത്തിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. നമുക്കിത് എവിടുന്ന് കിട്ടി അല്ലെങ്കിൽ എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യങ്ങൾ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ ഫേസ് ചെയ്യേണ്ടതില്ല അല്ലേ. നമുക്ക് സ്റ്റെപ്പ് കാണിക്കേണ്ടതില്ല അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണിക്കേണ്ടതില്ല. നമുക്ക് വേണ്ടത് ഒരു ഉത്തരം മാത്രമാണ്, ഒരു സംഖ്യ മാത്രമാണ്. 4 ഓപ്ഷനിൽ ഒന്നിൽ നമ്മൾ മാർക്ക് ചെയ്ത സംഖ്യ കൃത്യമാണെങ്കിൽ അത് എവിടുന്ന് കിട്ടിയെന്ന് ആരും നമ്മളോട് ചോദിക്കാൻ വരുന്നില്ല അല്ലേ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ 24 × 84 എന്ന ആ ഒരു ഗുണനം ചെയ്യാനായിട്ട് നമുക്ക് ഇച്ചിരി സമയം എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ആ ഗുണനം ചെയ്യേണ്ട യാതൊരു ആവശ്യവും നമുക്കിവിടെ ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. 4ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയും 4ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയും തമ്മിൽ ഗുണിച്ചാൽ നമ്മുടെ ഗുണനഫലം അവസാനിക്കുന്നത് 6-ലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. 6-ലായിരിക്കും നമ്മുടെ ഗുണനഫലം അവസാനിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു ആദ്യത്തെ സംഖ്യയിൽ ദശാംശത്തിന് ശേഷം ഒരു സ്ഥാനവും
രണ്ടാമത്തെ സംഖ്യയിൽ ദശാംശത്തിന് ശേഷം 2 സ്ഥാനവും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ദശാംശത്തിന് ശേഷം 3 സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും. അതായത് നമുക്ക് വേണ്ട 2 കണ്ടീഷൻസ് ഇതാണ്. 1, 6ൽ അവസാനിക്കുന്ന ഒരു ഗുണനഫലമായിരിക്കണം. 2, ദശാംശത്തിന് ശേഷം 3 സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു ഉത്തരമേ ഉള്ളൂ എങ്കിൽ നമ്മൾ കൂടുതലൊന്നും ആ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ പോകേണ്ട കാര്യമേ ഇല്ല. നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കാം. 42.03 പ്ലസ് 1.07 പ്ലസ് 2.5 പ്ലസ് 6.452. നമുക്ക് നോക്കാം. നമുക്ക് പരമാവധി ദശാംശത്തിന് ശേഷം എത്ര സ്ഥാനങ്ങൾ വരുന്നുണ്ട് എന്ന് നോക്കാം. ഈ തന്നിരിക്കുന്ന 4 സംഖ്യകളിൽ ദശാംശത്തിന് ശേഷം ഏറ്റവും അധികം സ്ഥാനങ്ങൾ വരുന്ന സംഖ്യ 6.452 ആണ്. അവിടെ വരുന്നത് എത്ര സ്ഥാനങ്ങളാണ്? 3 സ്ഥാനങ്ങളാണ് ദശാംശത്തിന് ശേഷം ഉള്ളത്. അപ്പോൾ ആ കണക്കിൽ വേണം നമ്മൾ ഈ ചോദ്യം മുഴുവനും ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും 3 ദശാംശത്തിന് ശേഷം 3 സ്ഥാനങ്ങൾ വരുന്ന രീതിയിൽ, ആ 3 സ്ഥാനങ്ങൾ വലത്തേക്ക് മാറ്റുന്ന രീതിയിൽ നമുക്ക് സംഖ്യകളെല്ലാം ഒന്ന് തയ്യാറാക്കാം. അതായത് എല്ലാ സംഖ്യകളെയും നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പൂർണ്ണസംഖ്യാ രീതിയിൽ ഈ ചോദ്യം ചെയ്യാം. ആദ്യത്തെ സംഖ്യ 42.03 നമ്മൾ 1000 കൊണ്ട് ഗുണിക്കുന്നു. അതായത് 3 സ്ഥാനങ്ങൾ വലത്തേക്ക് മാറണം. അപ്പോൾ നമുക്ക് 42,030 എന്നാണ് കിട്ടുക. 1.07 1.07 അതിനെ നമ്മൾ 1000 കൊണ്ട് ഗുണിച്ചാൽ 1070 എന്ന് കിട്ടും. 2.5 2.5നെ നമ്മൾ വീണ്ടും 1000 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 2.5 പകരം 2500 എന്ന് കിട്ടും. അതേപോലെ 6.452 അതിനെയും നമ്മൾ 1000 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 6.452 എന്നുള്ളതിനെ 1000 കൊണ്ട് ഗുണിച്ചാൽ 6452. ഇനി നമ്മളിതൊരു സാധാരണ കാൽക്കുലേഷൻ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അവസാനത്തെ സ്പേസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 2, 7, 3, 10, 5, 15. അവിടെ ബാക്കി വരുന്ന 1 അടുത്തതിൽ കൗണ്ട് ചെയ്യുക. 5, 4, 9, 1, 10. അവിടുന്ന് 0, 1 വീണ്ടും ഒരു 1 ബാക്കിയായി. 2, 1, 3, 2, 5, 6, 11, 1, 12. അവിടെയും ഒരു 1 ബാക്കിയുണ്ട്. ആ 1 ഇപ്പുറത്ത് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മാറ്റിയത് എത്ര സ്ഥാനങ്ങളാണോ അത് തിരിച്ച് റീപ്ലേസ് ചെയ്യുക. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന റിസൾട്ടിൽ നമ്മൾ 3 സ്ഥാനങ്ങൾ വലത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ 3 സ്ഥാനങ്ങൾ നമ്മൾ തിരിച്ച് റീസ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുന്നു. 52.052 52.052 ആയിരിക്കും നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം 11.2 ഡിവൈഡഡ് ബൈ 0.16. അപ്പോൾ നമുക്ക് ഈ സംഖ്യകൾ എടുക്കുമ്പോഴും നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 11.2 എന്ന് പറയുമ്പോൾ അവിടെ ദശാംശത്തിന് ശേഷം ഒരു സ്ഥാനമാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സംഖ്യയിലാണെങ്കിൽ 2 സ്ഥാനങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ 2 സ്ഥാനങ്ങൾ മാറാൻ പാകത്തിന് 100 കൊണ്ട് നമുക്ക് 2 സംഖ്യകളെയും ഗുണിച്ചിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ 11.2നെ നമ്മൾ 1120 ആക്കി. അടുത്തത് 0.16നെ നമ്മൾ 16 ആക്കുകയും ചെയ്യുന്നു. അപ്പോൾ 1120 ഡിവൈഡഡ് ബൈ 16 എന്ന കാൽക്കുലേഷനാണ് തത്തുല്യമായിട്ട് ഈ തന്നിരിക്കുന്ന കാൽക്കുലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പൂർണ്ണസംഖ്യയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് പറ്റുന്ന രീതിയിൽ അത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമേ നമുക്കതിനെ 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ ഡിനോമിനേറ്ററിൽ ഒരു 8 വരും. മുകളിൽ വരുന്നതാണെങ്കിൽ 560 ആയിരിക്കും. 560. അവിടെ നിന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റും. ആ 560 7 8 56 എന്ന് നമുക്കറിയാം. അപ്പോൾ 56ൽ 7 8 ഉണ്ടെങ്കിൽ 560ൽ തീർച്ചയായിട്ടും 70 8കളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആ ഉത്തരത്തിലേക്ക് വരാം. 70 ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ഭാഗം ഈ ദശാംശ സംഖ്യകൾ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മൾ ഇന്നെടുത്തത്. അതായത് ദശാംശ സംഖ്യകളുടെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ, അതായത് സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ, പിന്നെ നമ്മൾ ദശാംശ സംഖ്യകൾ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷനും ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കി. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെടുന്ന മറ്റ് ഭാഗങ്ങൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ വിശദമായി പഠിക്കാം.